ഓണസദ്യയിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഘടകമാണ് കായ വറുത്തത്. ശർക്കര വരട്ടിയും കായ വറുത്തതും ഇലയുടെ അരികിലില്ലെങ്കിൽ ഓണസദ്യ പൂർണ്ണമാകില്ല. ഈ ഓണക്കാലത്ത് കായവറുത്തത് ഉണ്ടാക്കി വിറ്റ് വിജയം നേടിയ കോട്ടയം കുറിച്ചിയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കോട്ടയം കുറിച്ചിയിലെ 8ാം വാർഡായ നന്മ ചിപ്സ് യൂണിറ്റിലേക്ക് ചെന്നാൽ കാണാം ഓണത്തിന്റെ തിരക്ക്. അത്രയ്ക്ക് ഡിമാൻഡാണ് ഇവിടുത്തെ കായ വറുത്തതിന്. നാടൻ കായകൾ ശേഖരിച്ച് വൃത്തിയാക്കി അരിഞ്ഞ് നല്ല എണ്ണയിൽ വറുത്തെടുക്കുന്ന ഈ കായ വറുത്തത് രുചിയിലും മുന്നിൽ തന്നെ. 8 സ്ത്രീകളടങ്ങുന്ന സംഘകൃഷി ഗ്രൂപ്പാണ് ഈ രുചിക്ക് പിന്നിൽ. ഞങ്ങളുടെ ഇത് ഒരു കപ്പ മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഇവർ അതിന് ഉപരിയായിട്ട് ചിപ്സ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം ഓണക്കാലം ആകുമ്പോഴത്തേക്ക് കൂടുതൽ എല്ലാവരും ചോദിച്ചു വരുന്നത് ചിപ്സാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു 2 ആഴ്ചയോളമായി ഈ പണിയിലേക്ക് ഏർപ്പെട്ടിട്ട്. നാട്ടിൽ മാത്രമല്ല ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും കായ വറുത്തത് തേടി ആളുകൾ എത്താറുണ്ട്. ഓണക്കാലമായതോടെ കൂടുതൽ വേഗത്തിൽ കായ വറുത്തത് വിറ്റുപോകുന്നുമുണ്ട്. ഇതൊരു കുടുംബശ്രീയുടെ ഒരു സംരംഭ ഗ്രൂപ്പാണ്. കഴിഞ്ഞ 23-24 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കുറിച്ചി ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീക്കായിട്ട് തന്ന സംരംഭമാണിത്. ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. മറ്റനേകം സംരംഭങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ വകയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ വർഷവും ഇതുപോലെ കപ്പ ഉൽപ്പാദനമാണ്. മിക്സർ ഉണ്ടാക്കും, പക്കാവട ഉണ്ടാക്കും, മുറുക്കുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓണക്കിടുവായപ്പോൾ ഞങ്ങൾ ചിപ്സ് കൂടുതലായിട്ട് അതാ പോകുന്നത്. കായ വറുത്തത് മാത്രമല്ല, കപ്പ വറുത്തതടക്കമുള്ള മറ്റുൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. എന്തായാലും ഓണക്കാലത്തെ വിജയം തുടരാനുള്ള തീരുമാനത്തിലാണ് ഈ സ്ത്രീ കൂട്ടായ്മ. 24 കോട്ടയം.